ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ കൂടി ചേരുകയാണ്. എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ? കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി പുഷ്പൻ കടപ്പിലാണ്. 1994 നവംബർ 25-നാണ് അക്കാലത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കിരാതമായ വെടിവെപ്പിനെ തുടർന്ന്, പോലീസ് വെടിവെപ്പിനെ തുടർന്ന് 5 സഖാക്കൾ രക്തസാക്ഷികളാവുകയും പുഷ്പൻ നട്ടെല്ല് തകർന്ന് ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറുകയും ചെയ്തു. അത്ഭുതകരമായ മനക്കരുത്തും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യവും ആണ് 3 പതിറ്റാണ്ട് കാലം പുഷ്പൻ പ്രകടമാക്കിയത്. പുഷ്പൻ്റെ ഈ മനക്കരുത്ത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും മാതൃകയാണ്. പുഷ്പൻ്റെ വേർപാട് വലിയ നഷ്ടമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി പ്രവർത്തകരെയുമെല്ലാം വലിയ അളവിൽ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ CPM-ൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, ആലോചിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് മൃതദേഹം ഇവിടെ തന്നെ സൂക്ഷിക്കുകയും നാളെ കാലത്ത് വിലാപയാത്രയായി പുഷ്പൻ്റെ ജന്മദേശമായ ചൊക്ലിയിലേക്ക് പുറപ്പെടും എന്നാണ്. ഇതാണ് ഇപ്പോൾ CPM-ൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഞങ്ങളുമായി ആലോചിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചേർന്നതിന് ശേഷം കൂടിയാലോചിച്ച് മറ്റ് വിശദാംശങ്ങൾ പറയുന്നതാണ്.